അസ്സലാമലൈക്കും. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എൻ്റെ ചാനലിൽ എങ്ങനെ മോണി കിട്ടി അല്ലേ, ഞാൻ എങ്ങനെ മോണിയായി എന്ന് പറയാൻ വേണ്ടി കേട്ടോ, അതിൻ്റെ സ്റ്റോറി പറയാൻ വേണ്ടി കേട്ടോ. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞത് നമ്മൾ ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ നമ്മൾ 300 സംതിങ് സബ് ആയപ്പോഴാണ് നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ. അപ്പം നമ്മൾ ഓർക്കും ഒരു ചാനൽ തുടങ്ങി കഴിയുമ്പോൾ എങ്ങനെയാണ് മോണാക്കി എടുക്കുക, സബ് ആയാലും നമുക്ക് എങ്ങനെയെങ്കിലും ആക്കി എടുക്കാം, നമ്മൾ എങ്ങനെ അത് മോണാക്കി എടുക്കുക എന്ന് ചിന്തിക്കും അല്ലേ. അപ്പോൾ ഞാൻ ചിന്തിച്ചത് എന്താണെന്ന് വെച്ചാൽ ലൈവിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞത് 300 സംതിങ് സബ് ആയപ്പോഴാണ് നമ്മൾ ലൈവിനെ കുറിച്ച് അറിഞ്ഞത് അല്ലേ. അപ്പോൾ യൂട്യൂബിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അല്ലേ. നമുക്ക് അറിയാവുന്ന കാര്യമാണ് നിങ്ങളോട് പറയുന്നത് കേട്ടോ. അപ്പോൾ 300 സംതിങ് സബ് ആയപ്പോഴാണ് ഞാൻ ലൈവ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ലൈവ് സ്റ്റാർട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് പെട്ടെന്ന് മോണി ആക്കി എടുക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നി. കാരണം എൻ്റെ ചാനലിൽ ലോങ് വീഡിയോയ്ക്ക് വ്യൂ മൊത്തത്തിൽ കുറവാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ചാനലിൽ ലോങ് വീഡിയോയ്ക്ക് വ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോങ് വീഡിയോ കണ്ടിന്യൂ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വാച്ച് അവർ കംപ്ലീറ്റ് ആക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ വാച്ച് അവറിനെ കുറിച്ചൊക്കെ ഞാൻ അറിഞ്ഞത് അന്ന് ലൈവ് ഇട്ടതിന് ശേഷമാണ് വാച്ച് അവറിനെ കുറിച്ചൊക്കെ ഞാൻ അറിഞ്ഞത് കേട്ടോ. ഓരോ യൂട്യൂബിൽ ഓരോ ലൈവിലൊക്കെ പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതാണല്ലോ. അങ്ങനെ നമ്മൾ പിന്നെ വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാനുള്ള ഒരു നെട്ടോട്ടത്തിലായിരുന്നു കേട്ടോ. എങ്ങനെയെങ്കിലും വാച്ച് അവർ കംപ്ലീറ്റ് ആക്കി മോണി ആക്കി എടുക്കുക, അതായിരുന്നു കേട്ടോ പിന്നത്തെ എൻ്റെ ലക്ഷ്യം. പിന്നെ ഞാൻ കണ്ടിന്യൂ ആയിട്ട് ലൈവ് ഉണ്ട്. അപ്പം നമ്മൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ ഒരുപാട് പണികളുണ്ട്, കുട്ടികളുണ്ട്, ഒക്കെ പേരൻസ് എല്ലാവരും ഉണ്ട്. എന്നാലും നമ്മുടെ സമയം നമ്മൾ കണ്ടെത്തി ആദ്യം നമ്മൾ വൺ ടൈം ലൈവ് ഇടാൻ തുടങ്ങി കേട്ടോ. വൺ ടൈം ലൈവ് ഇടാൻ തുടങ്ങിയപ്പോൾ കാര്യം വ്യൂസൊക്കെ കുറവാണ്. അരമണിക്കൂർ ലൈവ് ഇട്ട് പിന്നെ അത് 1 മണിക്കൂറാക്കി, പിന്നെ അത് 1.5 മണിക്കൂറാക്കി, പിന്നെ അത് 2 മണിക്കൂറാക്കി. ചില ടൈമിലൊക്കെ 3 മണിക്കൂർ ലൈവ് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് കേട്ടോ. വ്യൂ അനുസരിച്ച് നമ്മൾ ലൈവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 1 ടൈം, 2 ടൈം, 3 ടൈം അങ്ങനെ നമ്മൾ ഡെയിലി 3 ടൈം ലൈവ് ഇടാൻ തുടങ്ങി കേട്ടോ. 3 ടൈം ലൈവ് ഇടാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് വാച്ചുകൾ കയറുന്നുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് വാച്ചുകൾ കയറുന്നുണ്ട്. അതുപോലെ നമ്മൾ കൂടെ തന്നെ നമുക്ക് ലോങ് വീഡിയോയും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ലോങ് വീഡിയോ ചെയ്തു, അതുപോലെ ഷോർട്സും നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. കണ്ടിന്യൂ ആയിട്ടിട്ടുണ്ട്. ഷോർട്സ് ഒരു 3 4 ഷോർട്സ് ഒക്കെയാണ് ആദ്യം ഇട്ടുകൊണ്ടിരുന്നത് കേട്ടോ. ഇപ്പം നമ്മളിപ്പോൾ 5 6 ഷോർട്സ് ഒക്കെ ഡെയിലി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അന്നേരം നമ്മൾ ലോങ് വീഡിയോയിൽ നമുക്ക് ചെറിയ വാച്ച് അവർ കയറുന്നുള്ളൂ. എന്നാലും കുഴപ്പമില്ല, നമ്മൾ ലൈവ് ചെയ്യുമല്ലേ, അപ്പം നമുക്ക് ഒരുപാട് വാച്ച് അവർ കയറുന്നുണ്ട് കേട്ടോ. 1 മണിക്കൂർ ആദ്യമൊക്കെ നമ്മൾ 1 മണിക്കൂർ ലൈവ് ഇട്ട ഒരു 3/4 മണിക്കൂറൊക്കെയാണ് വാച്ച് അവർ കയറിക്കൊണ്ടിരുന്നത്. പിന്നെ അങ്ങനെ കൂടി വന്നു കേട്ടോ നമുക്ക് വാച്ച് അവർ. അങ്ങനെ നമ്മൾ വാച്ച് അവർ കംപ്ലീറ്റ് ആക്കി. ഒരു എന്താ പറയുക, ഒരു 4000 വാച്ച് അവർ നമ്മൾ ഈ ഒരു വർഷം കൊണ്ടാട്ടോ. ഒരു വർഷം അതിന് മുന്നേ നമുക്ക് സ്ട്രൈക്ക് വന്നു കേട്ടോ. ഒരു 3000 വാച്ച് അവറിൻ്റെ സമയത്ത് നമുക്കൊരു സ്ട്രൈക്ക് വന്നു. നമ്മൾ ടുഗദർ ലൈവ് ഇടുമായിരുന്നു കേട്ടോ. ടുഗദർ ലൈവ് ഇട്ടാൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ സാധാ ലൈവിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി വാച്ച് അവർ കിട്ടും ടുഗദർ ലൈവിൽ. വ്യൂസും ഉണ്ടാവും അല്ലേ. ടുഗദറിൽ ആരെങ്കിലും കയറി നിന്ന് പാട്ടൊക്കെ പാടിയാൽ കുറച്ച് വ്യൂസ് നമുക്ക് ഉണ്ടാവും കേട്ടോ അന്നേരം. അപ്പം നമ്മളങ്ങനെ ഇടയ്ക്ക് ടുഗദർ ലൈവ് നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആ ടുഗദർ ലൈവ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് പണി കിട്ടിയത് കേട്ടോ. ഒരാൾ വളരെ മോശമായിട്ട് നമ്മുടെ ടുഗദർ ലൈവിൽ ചെയ്തു. അങ്ങനെ നമുക്ക് ടുഗദർ ലൈവിൽ നമുക്ക് സ്ട്രൈക്ക് കിട്ടി കേട്ടോ. ഈ നമ്മൾ ലൈവ് തുടങ്ങുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, നമ്മുടെ കുട്ടികളുടെ കരച്ചിൽ നമ്മുടെ ലൈവിൽ പാടില്ല കേട്ടോ. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ചാനലിന് സ്ട്രൈക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ മോശമായ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിലും നമുക്ക് സ്ട്രൈക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ആരോ കരുതി കൂട്ടി ചെയ്ത രീതിയിലാണ് കേട്ടോ ആ സ്ട്രൈക്ക് എനിക്ക് വന്നത്. ആരാന്നറിയില്ല. നമുക്ക് ഒരുപാട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ നമുക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവും കേട്ടോ. സത്യം പറയാമല്ലോ, ശത്രുക്കൾ ഒരുപാടുണ്ടാവും. നമ്മൾ അതൊക്കെ നമ്മൾ എന്താ പറയുക, തരണം ചെയ്യണം അല്ലേ. ഒരു കോൺഫിഡൻസ് വേണം. നമ്മൾ സ്ട്രൈക്ക് കിട്ടി എന്ന് പറഞ്ഞ് കരഞ്ഞ് വീട്ടിലിരിക്കാനൊന്നും ഞാൻ തയ്യാറായില്ല കേട്ടോ. സ്ട്രൈക്ക് കിട്ടിക്കോട്ടെ, കുഴപ്പമില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ സ്ട്രൈക്കിൻ്റെ എന്താ പറയുക, ലൈവ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയില്ല. ലൈവ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ നമ്മുടെ ഷോർട്സും ലോങ് വീഡിയോ ഒരാഴ്ചയ്ക്ക് ശേഷം നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി കേട്ടോ. പക്ഷേ എൻ്റെ ലൈവ് ചെയ്യാൻ പറ്റി ഒരാഴ്ച കൊണ്ട് ചെയ്യാൻ പറ്റിയെങ്കിലും എൻ്റെ സ്ട്രൈക്കിൻ്റെ കാലാവധി ഒരു 3 മാസമായിരുന്നു കേട്ടോ. 3 മാസം കഴിയാതെ നമുക്ക് മോണിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ലായിരുന്നു കേട്ടോ. വളരെ സങ്കടമായിരുന്നു കേട്ടോ. കാരണം ഒരു വർഷത്തിന് മുന്നേ നമുക്ക് ചാനൽ മോണിയാവാൻ സാധിക്കുമായിരുന്നു. പക്ഷേ സാരമില്ല, നമ്മൾ 3 മാസം നമ്മൾ വെയിറ്റ് ചെയ്തു അല്ലേ. വെയിറ്റ് ചെയ്ത് നമ്മുടെ 4000 വാച്ച് അവർ കംപ്ലീറ്റ് ആയ ശേഷം നമ്മൾ മോണിക്ക് അപ്ലൈ ചെയ്തു. അങ്ങനെ നമുക്ക് എൻ്റെ സാധാരണ മോണി ഒറ്റ ദിവസം കൊണ്ട് അപ്ലൈ റെഡിയാവും. പക്ഷേ എൻ്റെ മോണി എന്താണെന്ന് വെച്ചാൽ ഒരു 4ാമത്തെ ദിവസമാണ് കാരണം എനിക്ക് ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒത്തിരി വ്യൂസ് ഒന്നും ഇല്ലെങ്കിലും ഒരുപാട് ലോങ് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതുപോലെ ഷോർട്സും ഒത്തിരി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ നോക്കിയത് കൊണ്ടൊക്കെ ആയിരിക്കും നമുക്ക് താമസം വന്നത്. നോക്കണമല്ലോ, ചെക്ക് ചെയ്യണമല്ലോ അല്ലേ. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടായിരിക്കും നമുക്ക് താമസം വന്നത്. 4ാമത്തെ ദിവസം ഒരു 10:30 11 ആ ടൈമിലാണ് കേട്ടോ നമ്മുടെ മോണിയുടെ അപ്ലൈ ഓൺ ആയത്.
ആയത് കേട്ടോ. വളരെ 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 ഹാപ്പി ആയിരുന്നു കേട്ടോ. ആ ഒരു നിമിഷം ഭയങ്കര സന്തോഷം. നല്ല സന്തോഷമായി. സ്റ്റാറ്റസ് ഒക്കെ ഇട്ടു കേട്ടോ. യൂട്യൂബ് പാർട്ട്ണർ വന്ന് യൂട്യൂബ് പാർട്ട്ണർ എന്ന് പറഞ്ഞ് നമുക്ക് വൈറ്റ് സ്റ്റുഡിയോയിൽ വന്നു കേട്ടോ. വളരെ വളരെ വളരെയധികം സന്തോഷമായിട്ട് ഈ ഒരു അവസരത്തിന് വേണ്ടി, ഈ ഒരു നേട്ടത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത് കേട്ടോ. ഈ ഒരു വർഷമായിട്ട് കാത്തിരുന്നത് ഈ ഒരു അവസരത്തിന് വേണ്ടിയായിരുന്നു കേട്ടോ. വളരെയധികം എൻ്റെ ഒരു അംബിഷൻ എന്ന് പറഞ്ഞാൽ ഒരു മോണി ആവുക എന്ന് പറഞ്ഞാണ് എൻ്റെ ഒരു അംബിഷൻ കേട്ടോ. ക്യാഷ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. മോണി ആവുക, ഒരു യൂട്യൂബർ ആവുക എന്നൊരു ഇതുണ്ടല്ലോ, ബഹുമതി എന്നൊക്കെ പറയാം അല്ലേ? അതായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ അത് നമുക്ക് സഫലീകരിക്കാൻ പറ്റി. സ്ട്രൈക്ക് വന്നിട്ട് നമ്മൾ തളരാതെ മുന്നോട്ട് പോയതുകൊണ്ടാണ് കേട്ടോ. ചിലപ്പോൾ ചില ആൾക്കാർ സ്ട്രൈക്ക് കിട്ടിയുമ്പോൾ അവർ വേണ്ട, ഇനി യൂട്യൂബ് ചാനൽ വേണ്ടാന്ന് പറഞ്ഞ് പിന്മാറാൻ തയ്യാറാവും. ചില ആൾക്കാർ അങ്ങനെയല്ലേ? പിന്മാറാൻ തയ്യാറാവും. പക്ഷെ നമ്മൾ തളർന്നില്ല. നമ്മൾ വീണ്ടും ഒരുപാട് എന്താ പറയുക, ഷോർട്സ് ഇട്ടു. അതുപോലെ ലോങ് വീഡിയോസ് ഒക്കെ ഇട്ടു. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ യൂട്യൂബിൻ്റെ ജേർണി എന്ന് പറയുമ്പോൾ. ഇതൊക്കെയാണ് നമ്മുടെ മോണി കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ മോണി ആയത് കേട്ടോ. നമ്മുടെ ചാനലിൻ്റെ മോണി ആയത്. അപ്പോൾ എനിക്ക് പറ്റുമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് പറ്റൂല? എല്ലാവർക്കും പറ്റും കേട്ടോ. പക്ഷേ ഇപ്പോഴത്തെ എന്താ നിയമം അനുസരിച്ച് നമ്മുടെ എന്താ പറയാ, ഇപ്പൊ എല്ലാവരും തളർന്നിരിക്കുകയാണ്. കാരണം എന്താണ്? ഇപ്പൊ യൂട്യൂബിന്റെ നിയമം അനുസരിച്ച് അടുത്ത വർഷം 2027 ഫെബ്രുവരി 1 മുതൽ എന്താ പറയാ, 8,000 വാച്ച് അവർ കംപ്ലീറ്റ് ആക്കണമെന്നാണ് പറയുന്നത്. മോണി കിട്ടാനായിട്ട് 1000 സബും 8,000 വാച്ച് അവർ കംപ്ലീറ്റ് ആക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? പക്ഷെ ആരും തളരാൻ പാടില്ല കേട്ടോ കേട്ടോ. എനിക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾക്കും സാധിക്കും. ഉറപ്പാണ്. ഇത് ഷുവറാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ലൈവ് ഇട്ടാൽ മതി. ലൈവ് ഇട്ടാൽ നമുക്ക് എന്തായാലും കിട്ടിയിരിക്കും. വാച്ച് അവർ കംപ്ലീറ്റ് ആകാൻ പറ്റും കേട്ടോ. കാരണം ലോങ് വീഡിയോ നമ്മുടെ വ്യൂസ് ഒന്നും ഇല്ലായിരിക്കും അല്ലേ? എൻ്റെ വ്യൂസ് ഒട്ടും ഇല്ലല്ലോ എനിക്ക്. പക്ഷെ എനിക്ക് സാധിച്ചില്ലേ? അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും സാധിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഡെയിലി 3 ടൈം കണ്ടിന്യൂ ചെയ്യും ലൈവ് കേട്ടോ. കൂടാതെ ഈ ഫേസ് കാണിക്കാനൊക്കെ മടിയുള്ളവരുണ്ടാവുമല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ സ്ക്രീൻ കാസ്റ്റ് ലൈവ് എന്നൊരു ലൈവ് ഉണ്ട് കേട്ടോ. അപ്പോൾ 2 ഫോണുണ്ടെങ്കിൽ നമുക്ക് സ്ക്രീൻ കാസ്റ്റ് ലൈവ് സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള സ്ക്രീൻ കാസ്റ്റ് ലൈവ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് വ്യൂസ് കിട്ടും. അപ്പോൾ വ്യൂസ് ഉണ്ടാകുമ്പോൾ നമുക്ക് വാച്ച് അവർ കയറും. വ്യൂസ് അനുസരിച്ചായിരിക്കും നമ്മുടെ ലൈവിൻ്റെ വാച്ച് അവർ കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് സ്ക്രീൻ കാസ്റ്റ് ലൈവ് കൂടെ ഈ 4 മാസം കൊണ്ട് നിങ്ങൾക്ക് എന്തായാലും നേടിയെടുക്കാൻ പറ്റും. ഈ 4 മാസം കൊണ്ട്, 4 മാസത്തിനുള്ളിൽ 4,000 വാച്ച് അവർ മതി. 4 മാസത്തിന് ശേഷം അടുത്ത വർഷം നമുക്ക് 8,000 വാച്ച് അവർ കംപ്ലീറ്റ് ആവണം. എന്നാൽ മാത്രം മോണിക്ക് അപ്ലൈ കൊടുക്കാൻ പറ്റുള്ളൂ. മോണി കിട്ടുള്ളൂ. അങ്ങനെ ഉണ്ട് കേട്ടോ. പിന്നെ മോണിക്ക് കൊടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. എന്താ ശ്രദ്ധിക്കാനുള്ളത് പറയാം. മോണിക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ ചാനലിൽ നമ്മുടെ കണ്ടന്റ് മാത്രം നമ്മൾ ചേർക്കുക. ഫേസ് ഇട്ടാണെങ്കിൽ നമ്മുടെ കണ്ടന്റ് അതിൽ വേണം. നമ്മുടെ ഫേസ് ആണെങ്കിലും അല്ല, നമ്മുടെ സൗണ്ട് ആണെങ്കിലും നമ്മുടെ കണ്ടന്റ് മാത്രമായിട്ട് നമ്മുടെ ഷോർട്സിലാണെങ്കിലും ലോങ് വീഡിയോയിലായിട്ടും ഇടാൻ പറ്റുള്ളൂ കേട്ടോ. മറ്റുള്ളവരുടെ മൊബൈലിൽ നിന്ന് എടുത്ത് കോപ്പി അടിച്ച് നമ്മുടെ ഇതിൽ ഇടാൻ പാടില്ല കേട്ടോ. നമ്മുടെ ഫേസ് കാണിച്ചോ അല്ലെങ്കിൽ നമ്മുടെ വോയിസ് കാണിച്ചോ ഉള്ള കണ്ടന്റ് മാത്രമാണ് നിങ്ങൾ ഷോർട്സ് ഇടുമ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ലോങ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ലാസ്റ്റ് ആകുമ്പോൾ എനിക്കങ്ങനെ സംഭവിച്ചു കേട്ടോ. ലാസ്റ്റ് ആയപ്പോഴത്തേക്കും നമ്മൾ മോർണിംഗിൽ കൊടുക്കുന്ന സമയത്തായപ്പോഴത്തേക്കും നമ്മൾ കുറേ ടെംപ്ലേറ്റ്സ്, അതായത് നമ്മൾ കോപ്പി അടിക്കാൻ പാടില്ല. നമ്മൾ എഴുതി കൊടുക്കുന്നത് കുഴപ്പമില്ല. മോട്ടിവേഷനൊക്കെ നല്ല വ്യൂ കിട്ടുന്നതാണ് മോട്ടിവേഷൻസൊക്കെ. അപ്പോൾ നമ്മൾ കോപ്പി അടിക്കാതെ നമ്മൾ എഴുതുന്നതാണെങ്കിൽ അവരുടെ കണ്ടന്റ് കണ്ട് നമ്മൾ എഴുതി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്യൂ ഇല്ല. നേരിട്ട് നമ്മൾ ടെംപ്ലേറ്റ്സ് ഒരിക്കലും മറ്റുള്ളവരുടെ ഷോർട്സിൽ നിന്ന് എടുക്കരുത്. ടെംപ്ലേറ്റ്സ് ഒരിക്കലും എടുക്കരുത്. അതിന് പകരം നമ്മൾ വോയിസ് നമുക്ക് എടുക്കാം. അതിൻ്റെ കൂടെ നമ്മൾ എഴുതി ചേർക്കുക. നമുക്കത് എഴുതി എടുത്തിട്ട് നമുക്കത് എഴുതി കൊടുക്കാം. മോട്ടിവേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അത് എഴുതി കൊടുക്കാം. അങ്ങനെ നമുക്ക് അപ്ലൈ കൊടുക്കാം. നമുക്കത് ഡൗൺലോഡ് അല്ല, നമുക്കത് നമ്മുടെ യൂട്യൂബിൽ ചാനലിലേക്ക് അത് അപ്ലോഡ് ചെയ്യാം. അങ്ങനെ നമുക്ക് വ്യൂസ് നമുക്ക് കിട്ടും. മോട്ടിവേഷൻ വഴി ഒരുപാട് വ്യൂസ് കിട്ടും. സബും നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുക. അതൊക്കെ ശ്രദ്ധിക്കണം. നമുക്ക് മോണിക്ക് കൊടുക്കുന്നതിന് മുന്നേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ നമ്മൾ ലോങ് വീഡിയോ ആണെങ്കിലും ശ്രദ്ധിക്കണം. ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ സ്ട്രൈക്ക് കിട്ടാതെ, അതുപോലെ തന്നെ എന്താ പറയുക, സ്ട്രൈക്ക് കിട്ടാതെ, അതുപോലെ മറ്റേ കോപ്പിറൈറ്റ്, അതായത് മറ്റുള്ളവരുടെ എടുക്കുന്നുണ്ടല്ലോ, അതെടുക്കാതെ, പിന്നെ 2 പ്രാവശ്യം ഇട്ട വീഡിയോസൊന്നും ഷോർട്സ് ഒക്കെ 2 പ്രാവശ്യം ഒരേപോലത്തെ ഇടാൻ പാടില്ല. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. വേറെ കളർ ഡ്രസ്സൊക്കെ ഇട്ട് നമുക്ക് പാട്ടൊക്കെ അതുപോലെ ഇടാം. പക്ഷേ ഒരേ കണ്ടന്റും ഒരേ കളർ ഡ്രസ്സും ഒരേ ഫേസൊക്കെ ആയിട്ട് ചെയ്യുമ്പോൾ അത് കോപ്പിറൈറ്റ് അങ്ങനെ വരും കേട്ടോ. റീയൂസ്ഡ് കണ്ടന്റ് അല്ലെ, കോപ്പിറൈറ്റ് അല്ല, റീയൂസ്ഡ് കണ്ടന്റ് ആയിട്ടൊക്കെ വരും കേട്ടോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ, അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഡിലീറ്റ് ആക്കിയിട്ട് വേണം നമ്മൾ മോണിക്ക് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് റീയൂസ്ഡ് കണ്ടന്റ്, കോപ്പിറൈറ്റ് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ വരും കേട്ടോ. പിന്നെ നമ്മുടെ എന്താ പറയുക, പിന്നെ നമ്മുടെ മോണി കുറച്ച് ദിവസത്തേക്ക് നീട്ടും. 2 ആഴ്ച അല്ലെങ്കിൽ 1 മാസത്തേക്ക് നീട്ടും, അല്ലെങ്കിൽ 3 മാസത്തേക്ക് നീട്ടും. അങ്ങനെയൊക്കെ സംഭവിക്കും കേട്ടോ. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഇതൊക്കെ ക്ലിയർ ആക്കിയിട്ട് മാത്രമേ നമ്മൾ മോണിക്ക് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് സാധിക്കും. നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്കും സാധിക്കും. നിങ്ങൾക്കും ഉറപ്പായിട്ടും സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാർ നമ്മുടെ ചാനൽ
ചാനലൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ടാറ്റ. അസ്സലാമു അലൈക്കും.